Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. നമ്മള് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയായിരുന്നോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് വരെ വായിച്ചു നോക്കിയായിരുന്നോ? കുഴപ്പമില്ല, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമുക്ക് ഇന്ന് ഒന്ന് അന്വേഷിക്കാം. ഒരു ദിവസം ഒന്ന് സ്ലോ ആയിട്ടൊക്കെ പോകുന്നതാണ് അല്ലെ? നമ്മളെ റെപ്യൂട്ടേഷൻ വരെയാണ് പറഞ്ഞു നിർത്തുന്നത് അല്ലെ? റെപ്യൂട്ടേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മള് അല്ലെ ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അത് തീർച്ചയായിട്ടും ഏതൊരു ഹോസ്പിറ്റലുകാരാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം, എങ്കിൽ മാത്രമാണ് പേഷ്യൻസ് വരുള്ളൂ അല്ലെ? അപ്പൊ ഈ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രശസ്തി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Satisfied patients can improve your reputation in many ways. First, HSCHPS. എന്താണ് അവിടെ അബ്രിവേഷൻ നന്നായിട്ട് എഴുതിയിരുന്നതിനെ തോന്നുന്നു. നല്ല ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റംസ് അല്ലെ? The scores and public specifically, so people can learn about the physicians, they can consult and make an informed choice about their health care. Okay, നല്ലൊരു പ്രശസ്തിയുള്ള ഒരു ഹോസ്പിറ്റൽ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ ഫിസിഷ്യനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫിസിഷ്യനൊക്കെ ആയിരിക്കും നല്ലൊരു കൺസൾട്ടന്റ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അല്ലെ നമ്മുടെ യോഗ്യരായ വ്യക്തികളെയൊക്കെ തെരഞ്ഞെടുക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. ഓക്കെ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ നിലനിർത്താൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം അതിലേക്ക് ഒരുപാട് പേരെ ആകർഷിക്കുകയും കൂടി ചെയ്യും അല്ലെ? നല്ല ഡോക്ടറാണ്, നല്ല പേര് കേട്ട ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഉള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടി അത് വരാനായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പരിചരണത്തിൽ വരാനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Then additionally, hospital can utilize the automated message to ask the patient for feedback after their appointment. Okay, അവിടെ അപ്പോയിന്റ്മെന്റ്സിനൊക്കെ ശേഷം ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും അവരിൽ നിന്ന് നല്ല ബെറ്റർ റിസൾട്ട് ഒക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ അവർക്ക് മെസ്സേജ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഐഡന്റിറ്റി ഒന്നും കൂടി എന്താണ് ഇംപ്രൂവ് ചെയ്യുകയാണ്. സം പ്രോഗ്രാംസ് ഇൻവോൾവ് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. Some programs involve follow-up question with easy to follow links to ask contact patient to leave reviews on hospital Google. Okay, നമുക്കറിയാം ഫോളോ അപ്പ് ഒക്കെ നമുക്ക് എടുക്കുന്നതിന് തന്നെ അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നമുക്ക് പേര് കേട്ട ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവിടുത്തേതായിട്ടുള്ള ഡീറ്റെയിൽസും ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളോ എല്ലാം തന്നെ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാനൊക്കെ അവസരങ്ങളുണ്ട്. And finally, happy patients will suggest the hospital to friends and families. Okay, നമുക്കറിയാം അവര് മറ്റുള്ളവരെ കൂടി നല്ല ഈ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. കാരണം അപേക്ഷിക്കാന്നല്ല, അവരെ കൂടി സപ്പോർട്ട് ചെയ്യും അല്ലെ? നല്ല ഒരു പേഷ്യന്റ് സർവീസ് ആണ് അവിടെ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല സൗകര്യമുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. Then when it come to word of mouth is the gold standards. ഓക്കെ, നമുക്കറിയാം മാവോടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ? ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ആണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നേക്കാളും ബെറ്റർ അനുഭവജ്ഞരെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരത് വിശ്വസിക്കുക അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഹോസ്പിറ്റലിലെ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ് അവിടെ പേഷ്യൻസ് തന്നെ അവരുടെ എക്സ്പീരിയൻസുകളായിരിക്കും ചിലയിടത്ത് വെളിപ്പെടുത്തുന്നത് അല്ലെ? എങ്ങനെ കാണാറില്ലേ അവരുടെ എക്സ്പീരിയൻസുകള്? ഓക്കെ, അപ്പൊ അവരെ ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഇങ്ങനെയായിരുന്നു അല്ലെ? അത്
ഇന്ന രീതിയിലൊക്കെ ഭേദമാവാനായിട്ടുള്ള സാധ്യത വന്നത് ഇന്ന ഡോക്ടറിന്റെ പരിശീലനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. കാരണം അതുകൊണ്ട് അവർ കണ്ടന്റഡ് പേഷ്യൻസ് ആണ്, അല്ലെ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യാനായിട്ട് ഇവർ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് സാധിക്കും. ഓക്കെ അല്ലേ, റെപ്യൂട്ടേഷൻ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് നോക്കാം, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. എന്താണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ് എന്ന് പറയുന്നത്? രോഗിയുടെ അല്ലെ ക്ലിനിക്കൽ പരിചരണത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നോക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്, which means they are more probable to get a better or effectively manage chronic health issues. ഓക്കെ, ചിലരെ നമുക്കറിയാലോ, എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പാരന്റ്സിനൊക്കെ നമുക്കറിയാം, അവർക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിചരണം എന്നുവെച്ചാൽ അവരുടെ തൃപ്തികരമായിട്ടുള്ള ഒരു ഇടപെടൽ, അല്ലെ. അപ്പൊ ആ ഒരു രീതി ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെ വിട്ടുമാറാത്ത ഒരു കാര്യമായിട്ട് ഏതേലും ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളൊരു അല്ലെ ഒരു ടെൻഡൻസി അത് നിലനിർത്തുന്നവരുണ്ടാവാം. Consequently, the probable to get consequently the feel better and like hospital treatment and care make a difference to their well-being and quality of life. Okay, അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് എപ്പോഴും അല്ലെ ഒരു നല്ല ഒരു മൂല്യം പ്രദാനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ അനുഭവങ്ങളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എപ്പോഴും ആഗ്രഹിക്കുന്നവരുമാണ്, അല്ലെ. This also leads them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. Okay, നമുക്കറിയാം ഈ ഒരു വിശ്വസ്തത അല്ലെ, ഈ ഒരു ലോയൽറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ആ ഒരു സൈക്കിൾ അല്ലെ, ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് വന്നാൽ തന്നെ അവർക്കൊരു ടെൻഡൻസി ആണ്, ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ചാളായി, എന്തൊക്കെയോ അസുഖമുണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട്, അല്ലെ. അങ്ങനെ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ അവര് പ്രകടമാകുന്നത്, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഷ്യൻസിനെ സംബന്ധിച്ച് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകാർക്ക് വലിയൊരു അനുഗ്രഹമാണ്, അല്ലെ. കാരണം അവര് ഇടയ്ക്കിടയ്ക്ക് വന്നോളൂല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു മനോഭാവം തന്നെ വെച്ച് പുലർത്താനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്താനായിട്ട് നമുക്കറിയാം പ്രശസ്തിയുള്ള ഹോസ്പിറ്റലിലേക്ക് അവരെപ്പോഴും വരും, ലോയൽറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് അവരെപ്പോഴും വരും. അപ്പൊ ഇതെല്ലാം ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതാണ് പ്രാധാന്യത്തോടു കൂടി വരുന്നത്. വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. വേ ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. Again, patient satisfaction be improved. Highly effective strategies for enhancing patient satisfaction scores spans around creating an environment in which patient have a positive overall experience with all members of their medical team. Okay, നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഡോക്ടറിന്റെ പരിശീലനം കൊണ്ട് മാത്രം നമ്മൾ ഹാപ്പി ആവില്ല, അല്ലെ. അവിടെ ഓൾറൗണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാവണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടോ, അത് എന്തൊക്കെ തന്ത്രങ്ങൾ അല്ലെ, പുതിയ പുതിയ സ്ട്രാറ്റജീസുകളൊക്കെ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ്, അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ. അവിടെ ഡോക്ടർമാരുടെ സേവനം, നഴ്സുമാരുടെ സേവനം, അവിടെയുള്ള മറ്റു വർക്കേഴ്സിന്റെ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഫെസിലിറ്റീസ്, അവിടെ ടൈമുകൾ അറേഞ്ച്മെന്റ് അല്ലെ, എല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. നമുക്ക് ഒരു 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സ്പീഡ് കൂടുന്നില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് വണ് ensure, okay, first one ensure timely follow-ups, അല്ലെ. അവിടെ നമുക്കറിയാം ടൈമിലി ഫോളോ അപ്പ് എടുക്കാനായിട്ട്, ഓക്കെ, ടൈമിലി ഫോളോ അപ്പ് എടുക്കാനായിട്ട് പറയും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ചിലപ്പോ ചില ഡോക്ടേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
അവര് ഫസ്റ്റ് ടൈമിൽ എന്താണ് ഒരു എമൗണ്ട് മേടിക്കും, നെക്സ്റ്റ് ടൈമിൽ അല്ലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവരെന്താണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇത്ര ടൈമിനുള്ളിൽ വരികയാണെങ്കിൽ ഫ്രീ അല്ലെ, ചീറ്റ് എടുക്കുന്നതിന് പൈസ ഇല്ല. അല്ലെങ്കിൽ ഇൻ കേസ് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ക്ലിനിക് ആയിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ വരികയാണെങ്കിൽ അല്ലെ 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിസിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് സീറ്റിന് ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലെ, ഒരു എമൗണ്ടിന് ചെറിയ ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പൊ 300 രൂപയുള്ള ഡോക്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ 150 രൂപ മതിയാവും നെക്സ്റ്റ് ടൈം ഒരു ഫോളോ അപ്പ് എടുക്കാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കണം. അപ്പൊ എന്താണ് കൂടുതൽ എമൗണ്ട് പേയ്മെന്റ് വരുത്തുന്നുമില്ല, നമ്മുടെ രോഗം മാറി പൂർണ്ണമായിട്ട് മാറുന്നതിന് അവരെ അത്രയും പ്രാപ്തരാണ് എന്നുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ആ ലോയൽറ്റി പേഷ്യന്റിന്റെ ഇടയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഓക്കെ, നമ്മള് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മൾ എപ്പോഴും പറയും എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരവന്റെ അല്ലെ വേർഡ്സ് വാമൊഴി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. അവരെ കേൾക്കാനും അവർ പറയുന്നതനുസരിച്ചിട്ട് മറുപടികൾ റിപ്ലൈ കൊടുക്കാനൊക്കെ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. തേർഡ് വൺ, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് ദ പേഷ്യൻസ്. അതായത് ഇവിടെയും അടുത്തതായിട്ട് അല്ലെ തുറന്ന മനസ്സോട് കൂടിയിട്ടുള്ള ചിന്താഗതികൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പൊ പ്രത്യേകമായിട്ട് ഈ അടുത്ത ടൈമിൽ എന്തൊക്കെയാണോ ഉള്ളത് നമുക്കറിയാം. ഒരുപാട് പേര് വിളിച്ചു അല്ലെ കച്ചറപ്പൊക്കെ കഴിച്ചിട്ട്. അപ്പൊ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും ആ ഡോക്ടേഴ്സും തുറന്ന മനസ്സോട് കൂടി അല്ലെ നമ്മളെ ലോയല്ലേ നമ്മുടെ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന തരത്തില് നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് നല്ലൊരു തുറന്ന മനസ്സോട് കൂടിയിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ അതും എന്താണ് പലതരത്തിലും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രയോറിറ്റീസ് ഷോർട്ട് വെയിറ്റഡ് ആൻസർ. പ്രധാനമായിട്ട് നമുക്കറിയാം എല്ലാവരും ബിസിയാണ് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ബിസിയാന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ പേഷ്യൻസിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു, അവരും ബിസിയാണ് അല്ലെ. അവിടെ പേഷ്യൻസ് ആയിട്ട് നിൽക്കുന്നവരും ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിലെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ടൈമും വാല്യബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് അവരെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ അനുവദിക്കാതിരിക്കുക. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. Then fifth one, strive to implement procedures to educate the patients about the treatment plans. Okay, നമ്മളിപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അല്ലെ ചിലപ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം തന്നെ നിങ്ങൾ ഈ മരുന്ന് കൊടുത്തു നോക്കും, ഓക്കെ കുറവില്ല ആന്റിബയോട്ടിക്കിലേക്ക് പോകാം അല്ലെ. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഒരു പ്ലാൻ അല്ലെ. ഈ കേസ് നമുക്ക് പാറി കിട്ടുന്ന ഓപ്പറേഷനിലേക്ക് പോകാം. അപ്പൊ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്ലാനുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ആ ട്രീറ്റ്മെന്റിന്റെ പ്ലാനിനെ കുറിച്ചിട്ട് ഒരു നല്ല നിർദ്ദേശങ്ങൾ അവരുടെ ഇടയിലേക്ക് പങ്കുവയ്ക്കാം. അവരെ കൊണ്ട് തന്നെ അല്ലെ അതിന്റെ ആ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും തീർച്ചയായിട്ടും അത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും. എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. ഓക്കെ, നമ്മള് അളവ് പോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അല്ലെ അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് ചോദിച്ചറിയുക. നിങ്ങൾക്ക് എങ്ങനെയാണ്, തൃപ്തികരമാണോ ഡോക്ടേഴ്സിന്റെ സേവനം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ്സിന്റെ സേവനം അല്ലെങ്കിൽ എവിടെയും അല്ലെ എവിടെയുമുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാണോ എന്ന ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ പരിശോധിച്ച അത് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്കറിയാം ഒരു കറക്ഷൻ ഒക്കെ നടത്തിയിട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാനൊക്കെ സാധിക്കും. Then implement a technological support system for greater facility efficiency. Okay, നമുക്കറിയാം ഒരുപാട് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് എന്താ പറയുക ഒരുപാട് തിക്കും തിരക്കും ക്യൂലൊന്നും നിർത്തി അവിടെ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന സമയമൊന്നും ഉണ്ടാക്കാതെ നമുക്കറിയാം ഇലക്ട്രോണിക്കിന്റെ അല്ലെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഡിജിറ്റലൈസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ നമ്പറും ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടും. അതനുസരിച്ചിട്ട് അവർക്ക് പേഷ്യൻസിന് പോയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും പേഷ്യൻസിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പേഷ്യന്റ് ഒരുപാട് നേരം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. റെസ്റ്റ് ചെയ്യാം.
ദെൻ അവരുടെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ നടത്തി പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ അറേഞ്ച് ചെയ്യുക. Then improve the facility, environment and culture. അതേമാതിരി തന്നെ എന്താണ് സാംസ്കാരിക രീതിയിലുള്ള ഫെസിലിറ്റീസ് അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ മാത്രമേ ഡിജിറ്റലൈസ് പോലെ തന്നെ നമുക്കറിയാം എന്തെങ്കിലും റിസൾട്ടുകളൊക്കെ വാട്സപ്പ് മെയിലൊക്കെ വഴിയാണെങ്കിൽ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിൽ അല്ലെ എന്തെന്ന് പറഞ്ഞാൽ പശ്ചാത്തലം അല്ലെ, ഒരുപാട് നേരം അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുകയോ ക്യൂ ആയിട്ട് നിൽക്കേണ്ടവരികയോ അതല്ലെങ്കിൽ അവരുടെ സമയത്തിന് തന്നെ ഡോക്ടറെ കാണാതിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ അത് ഉണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് ഇത്ര സമയത്ത് വന്നാൽ മതി അല്ലെ. ഇപ്പൊ കാലത്ത് തന്നെ ഇപ്പൊ ഇന്ന ദിവസം ബുക്ക് ചെയ്താൽ തന്നെ ആ ദിവസം ഇന്ന സമയത്ത് വരണം കൂടി ഇൻഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ആ ഡേ എന്നുള്ള സമയത്തില് കുറച്ച് നേരം അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസും സൗകര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക. അതിപ്പോ ഡിജിറ്റലൈസ് ചെയ്ത ആ കാര്യങ്ങൾ മാത്രമല്ല, മറ്റേതെങ്കിലും സൗകര്യങ്ങള് ഈ പേഷ്യൻസിന് അനുയോജ്യമാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻകേസ് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ, അതെല്ലാം തന്നെ പേഷ്യൻസിന് എന്താണോ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മാറ്ററുകൾ എന്ന് ആരായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വരും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി ഇതാക്കാൻ വേണ്ടി ചെയ്യും. ഓക്കെയാണോ? ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. Creative ways to increase patient satisfaction. Like which of the following വേഗങ്ങളിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്താനായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, വീണ്ടും ഇതൊക്കെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. Develop a report. Report spelling correction report REPPOR. Okay, fear often gets in the way of a patient's ability to retain important clinical information, which includes self-care instructions. Okay, നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ അല്ലെ, കുറച്ചും കൂടി പേടി ഉണ്ടാവാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവര് ഒന്നാമതേ വേദന കൊണ്ട് ഉത്കണ്ഠാകുലരായിട്ടായിരിക്കും വരുന്നത് അല്ലെ. അപ്പോ കുറച്ചും കൂടി അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞ് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പേടി കൂടാതെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അല്ലെ. അപ്പൊ ഫിയർ ഓഫൻ gets in the way of a patient's ability to retain important clinical information, which includes self-care instructions അല്ലെ. അവരെ കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ, നിങ്ങൾ റെസ്റ്റ് ചെയ്യെങ്കിൽ പ്ലേസ് ചെയ്യുക അല്ലെ. ആദ്യം തന്നെ നമുക്കറിയാം ഡോക്ടേഴ്സ് പേഷ്യന്റിനെ പരിശോധിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചെയറിൽ അല്ലെ ഇരുത്തും അല്ലെ. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിന്നുകൊണ്ടാണ് പേഷ്യന്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് സപ്പോർട്ടീവ് ആണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിലാണ് അവര് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് പറയുന്നത് അല്ലെ. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. Okay, നമ്മളിപ്പോ ഏതാണെങ്കിലും ആരോടാണെങ്കിലും അല്ലെ പെട്ടെന്ന് തന്നെ അവരോടുള്ള കാര്യം ചോദിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇടയിൽ ഒരു വിശ്വാസം അല്ലെ അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പേഷ്യന്റും ഡോക്ടറും തമ്മിൽ ഒരു നല്ലൊരു വിശ്വാസം അല്ലെ അത് സ്ഥാപിച്ചെടുക്കാനുള്ള സമയമാണ് ഇരിക്കും അല്ലെ. ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സാവധാനം പറയൂ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അല്ലെ. ആക്ച്വലി അങ്ങനെ ഒരു സംസാരം തുടങ്ങുമ്പോൾ തന്നെ അവരെന്താണ് ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ തുടങ്ങും. തീർച്ചയായിട്ടും പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആവും, ഡോക്ടേഴ്സിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും അല്ലെ. അപ്പൊ കുറച്ച് മിനിറ്റെങ്കിലും പേഷ്യന്റിന് കെയർ കൊടുക്കുന്ന തരത്തില് അവരുടെ ആ ഒരു സെൻസ് അല്ലെ ആ ബോധത്തില് നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത വരുത്തക്ക വിധത്തിലുള്ള റിലേഷൻഷിപ്പ് അത് സൂക്ഷിക്കേണ്ടതാണ്.
Then by reducing their patients' fear early on, these healthcare professionals make sure that the patients are strengthened with the information they are required to take charge of their own health. Okay, നമുക്കറിയാം അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും അവരെന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, ഇപ്പൊ ഇവര് വീക്കിലി സ്ട്രെങ്ത് ഒക്കെ മോശമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ പ്രൊഫഷണൽസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. അവര് വീക്കാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, പ്രത്യേകമായിട്ട് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് അവര് ഹെൽത്ത് ഇത്തിരി പ്രോബ്ലം ആയിട്ടായിരിക്കും, ബുദ്ധിമുട്ടായിട്ടാണല്ലോ നമ്മുടെ പേഷ്യൻസിന് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം തന്നെ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുമായിട്ട് അല്ലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ, അതായത് അവർക്കൊരു സെൽഫ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇപ്പൊ പ്രാക്ടീഷണേഴ്സ് സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് അല്ലെ അവിടെ മസ്റ്റായിട്ട് ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ആരാണ് കുറച്ചു നേരമെങ്കിലും പേഷ്യന്റിനോട് അല്ലെ നല്ലൊരു രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്യേണ്ടത് ആരാണെന്നുള്ള ചോദ്യം ചൂണ്ടായാൽ മനസ്സിലാക്കാം. പ്രാക്ടീഷണേഴ്സ് അല്ലെ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് ആയിരിക്കണം. നല്ലൊരു അല്ലെ ഒരു സമയം അവരുടെ സ്റ്റാർട്ടിംഗ് ടൈമില് അവരായിട്ട് നല്ലൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നവരേക്കും അവരായിട്ട് അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ചെയ്യണോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടു, നമ്മുടെ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വിശ്വാസം വേണമെന്നാണ്. നെക്സ്റ്റ് നോക്കാം, മേക്ക് ഇറ്റ് പേഴ്സണൽ. ഒരു മിനിറ്റ് വായിച്ചു നോക്കാം. ഓക്കെ, റിപ്പോർട്ട് തന്നെയാണോ? RE A മെഡിക്കൽ. ഓക്കെ, വീണ്ടും അതേപോലെ തന്നെയുള്ള ഒരു പോയിന്റ് ആണ് നോക്കുക. മേക്ക് ഇറ്റ് പേഴ്സണൽ, ഒരു വ്യക്തിപരമാക്കുക അല്ലെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who try to keep eye contact with their patients rather than vaguely looking at computer screens and the charts, display their dedication to the patients. Okay, നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു പുതിയ രീതി അനുസരിച്ച് നമുക്കറിയാം കമ്പ്യൂട്ടറിലും കൂടി അല്ലെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് രോഗിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോ തീർച്ചയായിട്ടും രോഗിയെ ഒന്നും നോക്കുകയും ചെയ്യാതെ തന്നെ രോഗിയുടെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ രോഗിക്കൊന്നും മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ ആണോ കേട്ടത്, ഡോക്ടറാണോ കേട്ടതൊന്നും മനസ്സിലാവാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവർ തിരിച്ചു പോകും അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഇന്നത്തെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഒരു ഐ കോണ്ടാക്ട് അല്ലെ. ഡോക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐ കോണ്ടാക്ട് ആ ഒരു പേഷ്യന്റുമായിട്ട് ഉണ്ടാവുക. ഓക്കെ, ആ പേഷ്യന്റ് പറയുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് അല്ലെ കാഴ്ചവെക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് who try to keep eye contact with their patient rather than looking at computer screen and charts. Okay, next നോക്കാം. Some practitioners may select to have a medical scribe in the room for this very reason, which allow them to listen with their eyes while the scribe takes notes. Okay, നമുക്കറിയാം മിക്കപ്പോഴും ഈ ഡോക്ടേഴ്സിനോടൊപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ ഈ ഹെൽപ്പേഴ്സ് അല്ലെ അവര് ആയിരിക്കും എന്താണ് കമ്പ്യൂട്ടറിലേക്കുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് പേഷ്യന്റായിട്ട് ഐ കോണ്ടാക്ടോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതായിരിക്കും ഡോക്ടേഴ്സ് അല്ലെ. അപ്പോ ഇങ്ങനെ ഒറ്റയ്ക്കും ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത് നമുക്കറിയാം. എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെതായിട്ടുള്ള അല്ലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ലക്ഷറി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആവണമെന്നില്ല. ചിലയിടത്തെങ്കിലും ചിലപ്പോ കമ്പ്യൂട്ടറിനോടൊപ്പം തന്നെയായിരിക്കും ഡോക്ടറും കൂടി തന്നെയായിരിക്കും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതല്ല. എനിവേ എങ്ങനെയാണെങ്കിലും ഡോക്ടർ എന്താണ് പേഷ്യന്റിനോട് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ചിലതില് പറഞ്ഞ മാതിരി എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും, സ്മരിക്കുകൾ ഉണ്ടാവാറുള്ളതാണ്. Saying a patient name also help individualize and personalize the patient experience. Like asking questions like what matters to you. Okay,
നമ്മള് സാധാരണയായിട്ട് ഡോക്ടേഴ്സിനെ കാണുമ്പോ അല്ലെ നമ്മുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓൾറെഡി ചില ഡോക്ടേഴ്സ് എങ്കിലും അവര് പറയും ഓക്കെ അപ്പൊ നമ്മുടെ പേര് എന്താണോ ആ പേര് വിളിച്ചിട്ട് അല്ലെ രമ്യ ഹായ് ഹലോ നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പോണ്ട് ചെയ്തിട്ട് അല്ലെ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പേര് പോലെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ പേരും കൂടി വിളിച്ചിട്ടാണ് അവർ അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം ഇരിക്കുമ്പോഴാ ഓക്കെ എന്താണ് പ്രശ്നം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ ചോദ്യം ഡോക്ടേഴ്സിന്റെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ പേര് വെച്ച് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ അല്ലെങ്കിൽ ഇരിക്കും അല്ലെ. അങ്ങനെ ഒരു നല്ല അഭിസംബോധനയോടുകൂടിയൊക്കെ തന്നെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് അല്ലെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഹാപ്പി ആയിരിക്കും. പിന്നെ അവര് എന്താണ് ഫ്രീ ആയിട്ട് തന്നെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരോട് സോൾവ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു അല്ലെ കൃത്യമായ രീതിയിൽ തന്നെ ഡയഗ്നോസ് രോഗം തന്നെ നടത്താനായിട്ട് ഡോക്ടേഴ്സിനത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നത് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പേഴ്സണൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം അല്ലെ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ലിസൺ വിത്ത് ദെയർ ഐസ് അല്ലെ. അവിടെ അവരുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ച് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ ആണോ? കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വഴിയുണ്ട് കേട്ടോ. who try to keep eye contact with their patients. ആരായിരിക്കും? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെ. എപ്പോഴും ട്രൈ ചെയ്യണം പേഷ്യന്റ് ആയിട്ട് ഒരു ഐ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്നൊക്കെ നോട്ട് ചെയ്ത് പോക്കോളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്ത പേഷ്യന്റ് കണ്ടിന്യൂ ചെയ്യാനോ കുഴപ്പമില്ലല്ലോ. അല്ലേ ചെയ്തോട്ടെ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണോട്ടോ. ഓക്കെ, എഡ്യൂക്കേറ്റ് അറിയാവുന്നതാണ് അല്ലെങ്കിൽ പറഞ്ഞേക്കാവുന്നതാണ് വേണ്ടത്. Next, educate the patient. Receiving a new diagnosis or an unrelated to an existing ones can be fearsome. Use of non-medical language and teach-back method help improve communication and increase patients' grasping of their health condition. നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെ ഇവിടെ നല്ലൊരു പരിചരണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആവശ്യമുള്ളതാണ് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും രോഗനിർണയം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരെ പേടി കൂടാതെ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് ലഭ്യമാക്കണം അല്ലെ. അപ്പൊ ഇൻ കേസ് അവര് ഒരു മെഡിക്കൽ ലാംഗ്വേജ് തന്നെ എന്താണ് അവർക്ക് മനസ്സിലാവാത്ത മെഡിക്കൽ ലാംഗ്വേജ് വെച്ച് പേഷ്യന്റിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഡോക്ടേഴ്സ് കുറിക്കുന്ന ആ ഒരു മെഡിസിന്റെ പേര് പോലും നമുക്കറിയാൻ അറിയില്ല. കാരണം അത് അവരുടേതായിട്ടുള്ള ഇതാണ് അല്ലെ ഒരു ലിപിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടപ്പാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അവർ ചിലപ്പോൾ ഈ നഴ്സുമാരുണ്ടാവുമ്പോൾ അവരോട് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ പേഷ്യന്റിന് അതൊന്നും മനസ്സിലാവണമെന്നില്ല അല്ലെ. വീണ്ടും നോക്കാം. ഇൻക്രീസ് ദ പേഷ്യൻസ് grasping of their health condition. Provide patients with a written documentation that they can take home with them is also of importance and will help further listen feelings of confusion of or unease. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് ഡോക്ടേഴ്സിന് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരവരുടെ പഠിച്ച അവരുടെ ലാംഗ്വേജ് കീപ്പ് ചെയ്തിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് പേഷ്യൻസിനെ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് അല്ലെ അവിടെ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നു വിട്ട് കഴിഞ്ഞാൽ പേഷ്യൻസിന് വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ പേഷ്യൻസിന് അത് മനസ്സിലാവണമെന്നില്ല അല്ലെ. അവരപ്പോ ചിലപ്പോ വേണമെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് മെഡിസിൻ കൊടുക്കുന്നവർക്ക് അല്ലെ എപ്പോഴും പുറത്തുനിന്നാണ് മെഡിസിനൊക്കെ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രിസ്ക്രിപ്ഷൻ നല്ല രീതിയിൽ വ്യക്തമാക്കി തരാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കും. പക്ഷെ ഇൻ കേസ് ചിലപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ ഇൻ കേസ് അവിടെ തന്നെ ഡോക്ടർ തന്നെയാണ് അത് നൽകുന്നതെങ്കിലൊക്കെ തീർച്ചയായിട്ടും അതെന്താണ് വ്യക്തമായ ഭാഷയിലെല്ലാം കുറിച്ചു തരണം അല്ലെ. എങ്കിൽ മാത്രമാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ?
അങ്ങനെയല്ലേ അവരുടെ ലാംഗ്വേജിലൊക്കെ എത്തുന്ന നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ. അപ്പൊ ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എടുത്ത് പറയുന്നത് നമ്മളൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ രീതിയിൽ ഇതിന്റെ മെത്തേഡ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി കൊടുത്തിരിക്കണം. Generate a positive patient experience by teaching the patient about their health and how to mature it. Okay, mature it. Okay, അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പറയും അല്ലെ, കാലറിയിൽ കടക്കരുത്, തണുത്ത വെള്ളം കുടിക്കരുത്, അതല്ലെങ്കിൽ വെയിലത്ത് പോകരുത് അല്ലെ. അവർ കൃത്യമായിട്ട് തന്നെ ആ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിവരണാത്മകമായ നിർദ്ദേശങ്ങൾ അല്ലെ, അവിടെ പകുതിയാർന്ന ഒരു നിർദ്ദേശങ്ങളെല്ലാം പേഷ്യൻസിനോട് ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പേഷ്യൻസിന് ലഭ്യമുള്ളത്. ഓക്കെ, നമ്മൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള ഒരു മനസ്സിൽ തന്നെ ഒരു തോന്നലോട് കൂടിയിട്ടായിരിക്കും അവരത് ഉൾക്കൊള്ളുന്നത്. Helping the patient understand how their body works and why make a certain choice and enhance or detract from their health gives them informed agency over their bodies. Okay, നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ഹെൽത്തിന് ഇത്രയധികം ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരിച്ചു തരുമ്പോഴായിരിക്കും അല്ലെ, ഇന്നത് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇന്ന കാര്യങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ് ഇന്നതൊക്കെ സംഭവിച്ചത്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ അവർക്കൊക്കെ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അസുഖം മാറ്റണമെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ ധാരണ പേഷ്യൻസിന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. They feel like the hospital is their partner in health instead of another person telling them what they should do doing differently. Okay, നമുക്ക് അറിയാം നല്ലൊരു പാഠങ്ങൾ അല്ലെ, നല്ലൊരു എക്സ്പീരിയൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുമ്പോൾ അവര് മനസ്സിലാക്കും, ഓക്കെ ഈ ഹോസ്പിറ്റൽ എൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ഭാഗം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്, നല്ലൊരു അറിവ് പ്രദാനം ചെയ്ത ഹോസ്പിറ്റലാണ്. അപ്പൊ മറ്റുള്ളവരെ കൂടെയും പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ, ഞങ്ങൾ ഇത്രയും ഇത് രോഗത്തിന്റെ വശത അനുഭവിച്ച ഒരു വ്യക്തികളാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് ഇന്ന ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റി അല്ലെ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഇത് വിദ്യ എന്ന് പറയുന്നത് അല്ലെ നല്ല രീതിയിലുള്ള ഒരു മോസ്റ്റ്ലി എന്താണ് കൃത്യമായിട്ട് ഓക്കെ അതില് പാർട്ട്ണറിന് ഉദ്ദേശിച്ചത് ആ ഹോസ്പിറ്റലിന്റെ ഭാഗം അല്ലെ, ഹോസ്പിറ്റലിലെ ആ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നല്ലൊരു പാർട്ട്ണറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പോസിറ്റീവ് എനർജി നൽകിയത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ഒരു പാർട്ട്ണറാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നല്ലൊരു വിവരങ്ങൾ അല്ലെ അവരെ പ്രദാനം ചെയ്യുമ്പോൾ നല്ലൊരു പാർട്ട്ണറായിട്ട് നമുക്ക് കൂടെ കൊണ്ടുനടക്കാനായിട്ടുള്ള ഒരു മനോഭാവം പേഷ്യന്റ് നിലനിർത്തും. അങ്ങനെ വരുമ്പോഴെന്താണ് ഇടയ്ക്കിടയ്ക്ക് അവര് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലം തോന്നുന്നുണ്ട്, ഇങ്ങനെ വേദന തോന്നാനുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു സംശയം തോന്നാനുണ്ട് എന്നൊക്കെ ഉള്ളത് ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സും തിരിച്ചും അവരെ അഡ്വൈസ് ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യരുത്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഒഴിവാക്കേണ്ടതാണ്, ഇന്ന കാര്യങ്ങൾ അല്ലെ, ഇപ്പൊ HP കൂട്ടണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നേരത്തെ ഇൻഫോം തന്നതല്ലേ, നിങ്ങളത് ഒരു ടീച്ചിങ് അല്ലെ, ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ആരോഗ്യത്തിനോടൊപ്പം ചലിക്കുന്ന ഒരു പാർട്ട്ണറായിട്ട് അത് നിലകൊള്ളും. നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? Next, ensure clean lines. എന്താണ് ensure clean lines പറയുന്നത്? നമുക്ക് അല്ലെ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ശുചിത്വം അല്ലെ, ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. No patient need to receive care in a situation that does not feel safe and sanitary. Okay, ഒരു ശുചിത്വം ഇല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ സേഫ് അല്ല, സുരക്ഷയില്ലാത്ത ഒരിടമാണെങ്കിൽ പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നല്ല താല്പര്യം ഉണ്ടാവില്ല അല്ലെ.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റ് അവിടേക്ക് ആ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യില്ല. എന്തെങ്കിലും വയ്യായ്ക വന്നാലോ അവിടെ വൃത്തിയില്ലാത്തതാണെങ്കിൽ ഇടിഞ്ഞു മുറിഞ്ഞ് വീഴാറായ മേഖലകളൊക്കെയാണ് എന്നുള്ള ഒരു മനോഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. Practicing sanitation in all area of the institution, from the waiting room to the physician's office, helps safeguard patients and put them at ease. Okay. നമുക്കറിയാം എല്ലാ ഭാഗങ്ങളും ഏതെങ്കിലും ഒരു മേഖലകളിൽ ഒരു കുറച്ച് സേഫ് ഗാർഡ് അല്ലെങ്കിൽ സേഫ്റ്റി ഉണ്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാര്യം കൊണ്ടും ഉൾക്കൊള്ളണമെന്നില്ല അല്ലെ. അവരുടെ മനസ്സിന് സമാധാനം. ഒന്നാമത് വയ്യായ്ക വന്നുകൊണ്ടായിരിക്കും ഒരു ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അവർക്ക് സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷം കൂടി ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. പ്രാക്ടീസിങ് എല്ലാവരും ശുചിത്വം തന്നെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അല്ലെ സേഫ്റ്റി അല്ലെ സുരക്ഷ ലഭ്യമാകുന്ന രീതിയിലൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറാവുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. നമുക്കറിയാം എന്താണ് ചില ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഏതെങ്കിലും എക്യുപ്മെന്റിന് മുമ്പിൽ പ്രതീക്ഷപ്പെട്ടാൽ എക്യുപ്മെന്റ് ഇന്നോ നാളെ എന്ന് പറഞ്ഞായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോകാനായിട്ട് തയ്യാറാവില്ല അല്ലെ. നല്ല ഒരു വർക്കിംഗ് കണ്ടീഷനുള്ള നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ അല്ലെ പ്രോപ്പർ ആയിട്ട് തന്നെ കൃത്യമായ ഇൻഫോർമേഷൻസ് ലഭ്യമാകുന്ന ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുക. അവിടെ ചിലപ്പോൾ ഡോക്ടർ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ നീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവാത്ത ഒരു മെഷീന്റെ ഒരു പ്രവർത്തനമാണെങ്കിൽ ചിലപ്പോൾ അത് മെഷീൻ രേഖപ്പെടുത്തിയിട്ട് ശരിയാണാവോ അല്ലെ ആ ഡൗട്ട് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. ചിലപ്പോ പിന്നീട് എന്തെങ്കിലും കാര്യത്തിന് ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറാവേയില്ല. കാരണം അവിടുത്തെ മെഷീനൊക്കെ അല്ലെ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായമായിരിക്കും. When it comes to improve patient's experience, upgrading outdated internal system is important. Okay. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും അത് അപ്ഡേഷനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആകുന്നത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈവൻ സ്മോൾ അപ്ഡേറ്റ്സ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം, വെയിറ്റിംഗ് റൂം, സിഗ്നേച്ചർ സിസ്റ്റംസ് and small buttons can have a significant influence on patient satisfaction. Okay, നമ്മള് ഈ പറഞ്ഞ മാതിരി എന്താണ് കാലഹരണപ്പെട്ട കാര്യങ്ങളിലൊന്നും ആൾക്കാർക്ക് താല്പര്യവും ഉണ്ടാവില്ല അല്ലെ. ഇപ്പോ മെഷീന്റെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ സിസ്റ്റം ഫോളോ ചെയ്യാനായിരിക്കും എല്ലാവരും താല്പര്യപ്പെടുക അല്ലെ. അവിടെ നമുക്കറിയാം കോളിംഗ് കാര്യങ്ങളൊക്കെ എളുപ്പത്തിലല്ലേ ഒരു ഞൊടിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നഴ്സുമാരെ നമ്മൾ പ്രസന്റിൽ നമുക്ക് അവൈലബിൾ ആവണം എന്നൊക്കെ ഉള്ള ഒരു മനോഭാവമായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ പറയുന്നത് എന്താണ് പുതിയ അല്ലെ വെയിറ്റിംഗ് റൂം സിഗ്നേച്ചർ ആണെങ്കിലും നമ്മളെ അല്ലെ ഐഡന്റിറ്റി അടയാളങ്ങളൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വേ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടയാളങ്ങളൊക്കെ ആയിരിക്കണം. അതേമാതിരി തന്നെ നഴ്സ് കോൾ ബട്ടൺസ് അല്ലെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നഴ്സിന്റെ സേവനം ലഭ്യമാകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതാണോ അതിലേക്ക് പോകാനായിട്ട് ഏതൊരു പേഷ്യന്റും അല്ലെ മുൻകൂട്ടി എന്താണ് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് എടുത്ത് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബി പങ്ക്ച്വൽ. ബി പങ്ക്ച്വൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പങ്ക്ച്വാലിറ്റി റിവീൽസ് പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. നമുക്കറിയാം എല്ലാവരും തിരക്കാരാണ് അല്ലെ. അവര് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അല്ലെങ്കിൽ വിഷയാവും എന്നുള്ള രീതി അല്ലെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാവില്ല. കാരണം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത ഇതാണ് അല്ലെ അവർക്ക് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നേരത്തിന് കണ്ടിട്ട് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കുട്ടികൾ തീർക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ പങ്ക്ച്വാലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഫ് an organization finds it difficult to see patients in a timely manner, they may require to examine their scheduling process and or staffing needs. Okay, നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി ഓർഗനൈസേഷൻ അല്ലെ പങ്ക്ച്വാലിറ്റി ബുദ്ധിമുട്ടാണ് അല്ലെ. ടൈമിലി മാനറിൽ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാത്രമല്ല അവർ നന്നായിട്ട് വിശകലനം ചെയ്ത് അല്ലെ നന്നായിട്ട്
പഠിച്ച് ഷെഡ്യൂൾ ചെയ്ത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ആവശ്യമായിട്ടുള്ള ഗുഡ് പേഷ്യന്റ് ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ നഴ്സുമാരെയും എല്ലാവരെയും തന്നെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത്. കാരണം പങ്ക്ച്വൽ അല്ല എങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് അത് മാറും. പങ്ക്ച്വാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാവരെയും ടൈം എന്ന് പറയുന്നത് അത് അല്ലെ പ്രഷ്യസ് ആണ് അല്ലെ, വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പങ്ക്ച്വൽ ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുക, സെറ്റ് എക്സ്പെക്ടേഷൻസ്. ഈ പങ്ക്ച്വൽ ഒക്കെ അല്ലേ? സെറ്റ് എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രതീക്ഷിക്കുക അല്ലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. Health care providers can help set hopes by keeping all the information on their website, their patient portal, and printed collateral approach to update always. Okay, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവിടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വെബ്സൈറ്റിലൊക്കെ കൈകാര്യം ചെയ്യും അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഇൻ കേസ് ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടുപോയി, അടുത്ത പ്രാവശ്യം ഡോക്ടറെ കണ്ടു പോകുമ്പോൾ ഫ്രീലി അതിലേക്ക് അതിൻ്റെതായ അപ്ഡേഷൻസ് വരണം അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ പറയാണ് അത് എന്നാ വന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളിൽ നിന്ന് വായിച്ച് നമ്മളിൽ നിന്ന് ചോദിച്ച് കേട്ടറിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളെ ഇൻഫോം ചെയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഡാറ്റാബേസിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള വെബ്സൈറ്റും കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളും ഒക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. ഇൻക്ലൂഡിംഗ് FAQ. എന്താണ് FAQ എന്ന് പറയുന്നത്? Frequently asked questions. Frequently asked questions. Okay, no FAQ. Frequently asked questions. Okay. അറിയാത്തവരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. Okay, including and frequently asked questions section on printed and digital material that directs how to refill prescriptions, review, receive care after hours, and schedule appointments. Also plays a vital role in arranging patients' hopes with their experience. Okay, നമുക്കറിയാം എപ്പോഴും ഒരു അല്ലെ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മളെ റിസീവ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള മാറ്റേഴ്സ് പ്രോബ്ലംസ് ഒക്കെ കൈകാര്യം ചെയ്ത് പോകണമെന്നാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട്സ് ഹൗ ടു പ്രിസ്ക്രിപ്ഷൻ റിസീവ്. നമുക്കറിയാം ഓരോ ബോധുകളും പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേമാതിരി തന്നെ റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്, ഇത്ര അവേഴ്സിന് ശേഷം കൊടുക്കേണ്ട കെയർ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റ്സുകളാണെങ്കിലും നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് അല്ലെ. അത് ചിലപ്പോ ആ ടൈമിൽ ചിലപ്പോ അറേഞ്ച് ചെയ്ത വ്യക്തിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഇത്ര ടൈമിനുള്ളിൽ മെഡിസിൻ കൊടുക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ പങ്ക്ച്വലായിട്ട് തന്നെ അവര് ചെയ്യണം അല്ലെ. ചെയ്തിട്ടുണ്ടാകുന്ന ഉറപ്പ് വരുത്തിയാണെങ്കിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലെ. നമ്മളിപ്പോ ഇത്ര ടൈമിനുള്ളിൽ ഒരു എന്താ ഔട്ട് പേഷ്യന്റ് അല്ല ഇൻപേഷ്യന്റ് ആണ് എങ്കിൽ നമുക്കറിയാം ഇൻപേഷ്യന്റിന് ഇത്ര സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന മെഡിസിൻസ് എടുക്കണം, പിന്നെ ഇഞ്ചക്ഷൻസ് എടുക്കണം, അല്ലെങ്കിൽ ടൈമില് അല്ലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് അവര് ഷെഡ്യൂൾ ചെയ്ത് കൈകാര്യം ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുക. വായിച്ചു നോക്കാട്ടോ, കുറച്ചു നേരം കൂടി ഉണ്ട്. എന്നാലും എന്തെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ നോക്കാം.
ഡിജിറ്റൽ നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. എന്നാലും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഇതില് പ്രധാനമായിട്ട് പറയുന്നത്? ഹോസ്പിറ്റൽ ക്യാൻ ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ് വിത്ത് എ ഫ്യൂ ടാപ്പ് ഓൺ യുവർ ഫോൺസ് ഫ്രം പേയിങ് അവർ ബിൽസ് ടു ബുക്കിംഗ് എ വെക്കേഷൻ. ഓക്കെ, ഇൻ കേസ് ഒരു ഡോക്ടറിന് ടിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെ, ഒരു വെക്കേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒഴിവ് നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോണില് ഏത് സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന ഡോക്ടറിന് ഒഴിവുണ്ടോ എന്നൊക്കെ കണ്ടെത്തിയിട്ട് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും പേഷ്യന്റ് ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ആ ഡോക്ടർ ഫ്രീ ആയിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഡിജിറ്റലൈസിങ് യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് proficiencies for your staff and patient that make better everyone's experience. ഓക്കെ, നമുക്കറിയാം നല്ലൊരു തൊഴിൽ മഹാത്മ്യത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഡിജിറ്റലൈസ് യുഗമായതുകൊണ്ട് തന്നെ എല്ലാം ഡിജിറ്റലി ഡിസ്പ്ലേ ചെയ്യുന്നു. അതനുസരിച്ചിട്ട് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നു. The right software allowed to digitalize every step of the patient's journey from booking an appointment to paying their deductibles. ഓക്കെ, നമുക്കറിയാം ഇൻ കേസ് അല്ലെ യാത്രയില് പ്രധാനമായിട്ടും നമുക്കറിയാം ഇതൊന്നും ചെയ്യുന്നു. ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നു വെച്ചാൽ ആ ബട്ടൺസ് അമർത്തിയിട്ട് നമുക്ക് ഏതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതുമാതിരി തന്നെ ചിലപ്പോ അല്ലെ ബില്ല് നേരത്തെ അടച്ചിട്ടുണ്ടാവും. ഇൻ കേസ് അടയ്ക്കാനായിട്ട് മിക്കവാറും അടയ്ക്കാൻ ലേറ്റ് ആവലുണ്ടാവില്ല. നേരത്തെ കൂടി അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് ആവശ്യം അല്ലെ ബാലൻസ് ഒക്കെ ചോദിച്ചു കഴിക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ തിരിച്ചു തരുള്ളൂ. അതല്ലാതെ നമുക്കറിയാം അവരുടേതായിട്ടുള്ള എന്താണ് എക്സ്പെൻസ് അതെന്തായാലും അവര് ഈടാക്കി തന്നെ ഇരിക്കും, അല്ലെ. പക്ഷെ ഇതെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇൻ കേസ് അവര് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ എന്തെങ്കിലും ഏറെക്കുറവുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഡിജിറ്റലൈസ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ പോയിന്റ് ആണെങ്കിലും നിങ്ങൾ നേരത്തെ കണ്ടത് തന്നെ ഡിഗ്രീസ് വെയിറ്റ് ടൈംസ്. ഡിഗ്രീസ് amount of time that patients spend in a waiting room. ഒരുപാട് സമയം നമുക്കറിയാം പേഷ്യന്റ് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ആയിരിക്കും. Then plan to get rid of time spent traveling to and from appointments, removing stress and attendance barriers for many patients. Okay. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം അല്ലെ, വെയിറ്റ് സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്, അല്ലെ. അപ്പൊ ഇനി അത് കൂടുതൽ നേരം നമ്മൾക്ക് കൈകാര്യം പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ആക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അല്ലെ. അത് മാത്രമല്ല അവർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് അറ്റൻഡൻസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു സമയത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു ടൈം ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആക്കി മാറ്റാൻ പാടില്ല. ഒരുപാട് ബാരിയേഴ്സ് അല്ലെ തടസ്സങ്ങളൊന്നും ഈ ഒരു പേഷ്യൻസിനും നഴ്സുമാർക്കൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ്. ഹോസ്പിറ്റൽ ക്യാൻ യൂസ് സെക്യൂർ ഓൺലൈൻ പ്രോഗ്രാംസ് ടു ദ പേഷ്യന്റ് കംപ്ലീറ്റഡ് and submit their registration paperwork before the appointment, further deducting time spent in the waiting room. ഓക്കെ, നമ്മള് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ട് അവിടെ നിന്നും മെഡിസിൻ ഒക്കെ മേടിച്ച് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി തന്നെ പേഷ്യന്റിന് ടൈം വാലുവേറ്റ് ചെയ്ത് അവര് സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതത്വം കൂടിയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഞാൻ വാരി വലിച്ചെടുക്കുന്നില്ല, 2 പോയിന്റ് കൂടി ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാമോ? അത് റിപ്പോർട്ടിനല്ല മാം, ഡെവലപ്പ് റിപ്പോർട്ടാണ്. അതായത് പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം അതല്ലേ മാം? അത് ഡെവലപ്പ് റിപ്പോർട്ട് RAPPORT തന്നെയാണ് മാം, അത് കറക്റ്റ്? അതെ അതെ, ബന്ധം വികസിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വരും മീനിങ്. ഒരു കൺഫ്യൂഷൻ വേണ്ട, റിപ്പോർട്ട് തന്നെ
കൈകാര്യം ചെയ്തോളൂ. അതിന്റെ മീനിങ്ങും ഏതാണ് സെയിം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും? നോ മാം, താങ്ക്സ്. ഞാൻ 5 മിനിറ്റ് ഒരു ബ്രേക്ക് വിളിക്കാതെ, അതുകൊണ്ടാണ് അത് നിർത്തിയത്. ഓക്കെ, നമുക്ക് ഇനി ലാസ്റ്റ് 2 പോയിന്റ്സും കൂടി എടുക്കാനുണ്ട്, അതെടുക്കാം. അപ്പം നമുക്ക് ചാപ്റ്റർ ഉണ്ട്, ഞാൻ ഓവർവ്യൂ എടുക്കാനുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്.